അത് നമുക്ക് വിശപ്പുണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയും. വേറൊരുത്തം വിശക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ മറ്റൊന്ന് കൊടുക്കണ്ട എന്നുള്ള മനസ്സിലുണ്ടോ? അപ്പോൾ വിശപ്പ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ചില ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കിയത് എന്താ, നോമ്പ് വെൽക്കണം എന്തിനാന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറഞ്ഞത് പ്രമേയത്തിനൊക്കെ കുറച്ച് സുഖം ഉണ്ടാവും. അത് പ്രമേയത്തിൻ്റെ സുഖം തന്നെ ഉണ്ടാവുള്ളൂ. ആഖിറത്ത് ചെല്ലുമ്പോൾ വലിയ വട്ടപൂജ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം നോമ്പ് വെൽക്കണത് പ്രമേയവും അങ്ങനെ പല ഗുണങ്ങളും അതിമുണ്ടാവും, അത് വേറെ സംഗതി. ഈ ഗുണം ആസ്വദിക്കാൻ വേണ്ടിയല്ല അള്ളാഹു ഒരു ഇബാദത്തിന് അള്ളാഹു ശറഈ ചെയ്യണം. അള്ളാഹു ശറഈ ചെയ്യുന്നത്, അള്ളാഹു നോമ്പിനെ ശറഈ ചെയ്തു മുഅ്മിനീങ്ങൾക്ക് ഈമാൻ ഉണ്ടായി തീർന്നാൽ പിന്നെ ആ ഈമാനിനെ വളർത്തി വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമാവുന്ന പ്രവൃത്തികൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധമാവുന്നതായ ഈ റമളാൻ. ആ റമളാനിലേക്ക് ഒറ്റയടിക്ക് ചാടാനല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അതിൻ്റെ മുമ്പുള്ള 2 മാസങ്ങൾക്കൊരു പ്രത്യേക പുണ്യം നൽകി. എന്നിട്ട് ആ മാസത്തിലെ ഇബാദത്തുകളോട് മുമ്പുള്ള മാസങ്ങളെക്കാൾ വർദ്ധിപ്പിക്കാൻ, അതാണ് അല്ലാഹുമ്മ ബാരിക് ഫീ റജബിൻ വ ശഅബാൻ എന്നൊക്കെ ദ്വാരക്കണത്. റജബിലും ശഅബാനിലൊക്കെ ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇബാദത്തുകളെ കൊണ്ട് ഈ മാസങ്ങളൊക്കെ ധന്യമാക്കാനുള്ളതായ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും പഠിച്ച തമ്പുരാനെ ഞങ്ങൾക്ക് ഈ ഉണ്ടാക്കി തരണേന്നാണ്. അപ്പോൾ റജബിലും ശഅബാനിലും നമ്മളെ ഈമാനിനെ ഒന്നും കൂടി ഇങ്ങനെ അതിനെ പ്രകാശിപ്പിക്കാൻ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ നടത്തി റമളാനോടുകൂടി ആ പ്രവർത്തനങ്ങളെ പൂർത്തിയാക്കി ഈമാൻ വളർത്തിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആ കൽപ്പനയ്ക്ക് നമ്മൾ എത്രമാത്രം വഴിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലാഹു പരിശോധിക്കുന്നത്. അനുവദിക്കപ്പെട്ട പലതും ഒരു പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ അല്ലാഹു നിരോധിച്ചു. ഇപ്പം ഭക്ഷണം നമ്മൾക്കൊക്കെ ഒരു ആഗ്രഹമുള്ളതാണ്. ഒരു മനുഷ്യ ജീവുള്ള ഏതൊരു വസ്തുവാണെങ്കിലും ആ വസ്തുവിനിക്ക് ഭക്ഷണത്തിലേക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മളെ തബഈയായ നിലക്ക് ശരീരത്തിനിക്ക് പ്രകൃതി ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഭക്ഷണം എന്നുള്ളത്. അതിനെ പിടിച്ചിക്കാത്തതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എത്രമാത്രം നമ്മൾ വഴിപ്പെടുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ്. ഒന്ന്, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ മനുഷ്യനിക്കുണ്ടാവുന്ന പല ആഗ്രഹങ്ങളുണ്ടാവും. അതിൽ നിന്നുള്ള പല ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രത്യേകമായ സമയത്ത് നിരോധിച്ചിരിക്കുകയാണ്. അതെന്താ കാരണം? ആ ആഗ്രഹങ്ങളോട് നമുക്കുള്ളതായ ആ ആർത്തി, അത് അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് എത്ര സമയം നീ അള്ളാഹു നിശ്ചയിച്ച ഈ സമയം അതിനെ നീ പിടിച്ചു നിൽക്കാൻ നീ പൂർണ്ണമായ നിലക്ക് നീ അതിനെ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളതായ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പം അള്ളാഹുവിൻ്റെ ആജ്ഞകൾ നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായ ചില സംഗതികളൊക്കെ പ്രത്യേകമാവുന്ന ചില സന്ദർഭങ്ങളിൽ പ്രത്യേക സമയം മുതൽ പ്രത്യേക സമയം വരെ പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിന് നമ്മൾ പൂർണ്ണമായുള്ള വഴിപ്പെടൽ ഉണ്ടായിത്തീരണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യണം. ഇഫ്റാദുൽ ഹഖ് സുബ്ഹാനഹു വ തആല ഫി ത്വാഅത്തി ബിൽ ഖസ്ദ് എന്നാണ്. ഏതൊരു താഴത്തുകൾ ചെയ്യുകയാണെങ്കിലും ആ താഴത്തുകളിലുള്ളതായ നമ്മളെ ഉദ്ദേശം ഏത് മാത്രമാവണം? അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിക്കും. അപ്പോൾ പ്രമേയം സുഖമാവും, മറ്റുള്ള രോഗങ്ങൾക്ക് സുഖമാവും, കാലിൻ്റെ മുട്ടിൻ്റെ വേദനയ്ക്കൊന്ന് സുഖം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് നോമ്പ് പറ്റാൻ അതൊക്കെ കിട്ടും. കാലിൻ്റെ മുട്ടിന് വേദന സുഖം ഉണ്ടാവും, പ്രമേയം കുറച്ച് കുറയും, അതൊക്കെ ഉണ്ടാവും. അള്ളാഹിൻ്റെ അടുത്തത് സ്വീകാര്യമാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അമലുകളിൽ ഏറ്റവും ആവശ്യമായ അള്ളാഹുവിൻ്റെ വജ്ഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ള നിലക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ മറ്റുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭൗതികമായ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ അതൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവും, അത് വന്നുകൂടും, അത് വന്നോട്ടെ, അതിന് കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടിട്ട് ഇതുപോലുള്ള എല്ലാ ഇബാദത്തുകളെയും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. കാരണം കാലം വളരെ മോശമായ കാലമാണ്. ഈ കാലം എന്നല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ റസൂലുള്ള പറഞ്ഞ മാതിരിക്ക് എന്നും ഇജ്ജ് മനസ്സിലാക്കിക്കോ, ഇന്നത്തിനേക്കാൾ നല്ല ദിവസമായിരുന്നു ഇന്നലെയെന്ന്. ഇന്നത്തിനേക്കാൾ നല്ലതായിരുന്നു ഇന്നലെ, ഇന്നലത്തിനേക്കാൾ നല്ലതായിരുന്നു മിഞ്ഞാന്ന്, അതിനേക്കാൾ നല്ലതായിരുന്നു അതിൻ്റെ തലയുള്ള ദിവസം. അങ്ങനെയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ വരുന്ന സംഭവം അതാണ്. ഓരോ ദിവസവും അതിൻ്റെ പിറ്റേത്തെ ദിവസത്തിനേക്കാൾ നല്ല ദിവസമായിരിക്കും. അപ്പോൾ ഖിയാമത്ത് നാൾ വരെയുള്ള ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും അതിൻ്റെ തലേ ദിവസത്തിനേക്കാൾ ഗുണമായിരിക്കും. കാരണം ഇവിടെ പല ശൈത്താന്മാരും അതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അസലിയായ ഒരു തീരുമാനമാണ്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസ് വൽ ജിൻ. ജിന്ന് ഇൻസിൽ എന്നുള്ള ശൈത്താന്മാരെ ഓരോ നബിമാർക്കും അതങ്ങനെയാണ്.
എല്ലാ നബിമാരും ഇവിടെ പ്രബോധനം ചെയ്തിട്ടുണ്ട് ഈ വിശുദ്ധമായ ദീനാണ്, ഇസ്ലാം ദീനാണ്. അത് മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിപൂർണമാക്കി തന്നു. നബിക്ക് ശേഷം മറ്റൊരു അമ്പിയാക്കന്മാർ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി. ആ ദീനിനെ പൂർത്തിയാക്കിയെന്ന മങ്കുള്ള അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ആ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പൂർത്തിയാക്കി തന്നു. ഇനി ദീനിലേക്ക് എന്താവേണ്ട ആവശ്യമില്ല, ദീനിലേക്ക് ആവശ്യമാവുന്ന ഒരു വഹി എനിക്ക് ഇവിടെ ആവശ്യമില്ല. വഹി വരാതെ തന്നെ ദീനിനെ ഇനി മനസ്സിലാക്കാനുള്ള എല്ലാ സംഗതികളും അല്ലാഹു നടത്തിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഉമ്മത്തിൻ്റെ ആലിമീങ്ങൾ ആ പ്രവൃത്തി നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അത് ഖിയാമത്ത് നാൾ വരെ നിർവഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവർ നിർവഹിക്കുമ്പോഴും ഈ ശത്രുക്കൾ അവർക്കുണ്ടാവും, അത് ഉറപ്പ്.